അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു സംഘം അറബികൾ വ്യാപാരാവശ്യാർത്ഥം സിറിയയിലേക്ക് പുറപ്പെട്ടു. ബോർഡറിലെത്തിയപ്പോൾ ഗിഫാർ ഗോത്രത്തിലെ ജുന്ദുബ് എന്ന് പേരുള്ള അബൂദറിനെ കണ്ടുമുട്ടി. തിരുനബിയുടെ ആഗമനവും ഇസ്ലാമിക പ്രചരണവും സംഘത്തിൽ നിന്നും അബൂദറിന് അറിയാൻ കഴിഞ്ഞു. ബിംബാരാധനയിൽ മനം നൊന്ത് കഴിയുന്ന അബൂദർ നേരെ തിരുനബിയെ കാണാൻ മക്കയിലേക്ക് വന്നു. മക്കയിലെത്തിയ അബൂദർ ആരോടും തിരുനബിയെക്കുറിച്ച് അന്വേഷിച്ചില്ല. വൈകുന്നേരം പള്ളിയിൽ ഉറങ്ങാൻ വേണ്ടി എത്തിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് വിദേശിയെ കണ്ടു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു. നേരം പുലർന്നപ്പോൾ അതിഥി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് തന്നെ മടങ്ങി. 2 ദിവസവും അങ്ങനെ ആരോടും അന്വേഷിക്കാതെ കഴിഞ്ഞുകൂടി. അലി ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ തന്നെയാണ് ഉറക്കം. അലി ഇബ്നു അബീ ത്വാലിബിനോടും അന്വേഷിച്ചില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ്, എന്താണ് നിങ്ങൾ ഈ പ്രദേശത്ത് വരാൻ കാരണം എന്ന് അറിയാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് മടങ്ങാൻ സമയമായിട്ടില്ലയേ? അബൂദർ മറുപടി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ, ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ വന്ന ആവശ്യം പറയാം. അബൂദർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം രഹസ്യമായി അറിയിച്ചു. തിരുനബിയെക്കുറിച്ച് കേട്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹി ഹഖ വ ഇന്നഹു ലറസൂലുള്ളാഹി ഹഖ. തിരുനബിയെക്കുറിച്ച് ധാരാളമായി അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു. പിന്നെ നോക്കി നിന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് അബൂദറിനെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. കണ്ട ഉടനെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബിനോടൊപ്പം എത്തിയ അബൂദർ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക സലാമുല്ലാഹി വറഹ്മത്തുഹു വബറകാതുഹു എന്ന് മറുപടി പറഞ്ഞു. ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അഭിവാദനമായ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് അബൂദർ ആകുന്നു. അത് പിന്നീട് എല്ലാവരിലും വ്യാപകമായി. അബൂദർ റളിയല്ലാഹു അൻഹു വളരെയധികം ത്യാഗിയായി ജീവിച്ച പ്രശസ്തനായ സഹാബിയാണ്. അവരുടെ മാതൃക ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന